നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ സിലബസ് കണ്ടപ്പോഴേ മനസ്സിലാക്കി. അപ്പോൾ PSCയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനായ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന കറണ്ട് അഫയേഴ്സിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതിൽ നിന്നും PSC റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മെയ് 2021 PSC പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിനിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം PSC ബുള്ളറ്റിൻ ഒരു മാസം 2 ആണ് വരുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പം ആദ്യം വന്ന മെയ് മാസം തുടക്കത്തിൽ വന്ന PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് എൻകോർ. എന്താണ് എൻകോർ? അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് എൻകോർ. ഓർത്തിരിക്കാം. രണ്ടാമത്തെ ചോദ്യം, ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തമാണ് യൂണിക്കോൺ. യൂണിക്കോൺ എന്ന തമോഗർത്തമാണ് ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം. ഏതാണ്? യൂണിക്കോൺ ആണെന്ന് ഓർക്കുക. യൂണിക്കോൺ. ന്യൂസിലൻഡ് 2022 നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയാകും. ഇപ്പൊ 2022 നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഏതാണ്? ന്യൂസിലൻഡ് ആണെന്ന് ഓർക്കുക. ന്യൂസിലൻഡ്. ഹിമാചൽ പ്രദേശിലെ ലാഹോറിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരും. അപ്പോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ലാഹോറിലാണ്. PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ V ശിവദാസൻ എന്നിവർ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ V ശിവദാസൻ. PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ V ശിവദാസൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 48ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി NV രമണ നിയമിതനായി. 48ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് NV രമണ നിയമിതനായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ്, മെയ് മാസത്തിലെ ഫുള്ളായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഐ-കാർട്ടിലും കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ 48ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് NV രമണ നിയമിതനായത്. നമ്പർ അടക്കം ഓർത്തിരിക്കുക. 48th. അടുത്ത ചോദ്യം, 2021 ലോക പുസ്തക തലസ്ഥാനമായി ജോർജിയയിലെ തിബിലിസി തിരഞ്ഞെടുക്കപ്പെട്ടു. ജോർജിയയിലെ തിബിലിസിയാണ് ലോക പുസ്തക തലസ്ഥാനമായി 2021 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത്. ഏത് രാജ്യത്തെ സ്ഥലമാണ്? ജോർജിയയിലെ തിബിലിസിയെയാണ്. 52ാമത് ജ്ഞാനപീഠ ജേതാവായ ശങ്കാ ഘോഷ് കോവിഡ് ബാധിച്ച് അന്തരിച്ചു. 52ാമത് ജ്ഞാനപീഠ ജേതാവ് ആരായിരുന്നു? ശങ്കാ ഘോഷ് ആയിരുന്നു. കോവിഡ് ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന് സ്വച്ഛ് ഭാരത് മിഷൻ നൽകുന്ന ODF+ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ODF+ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. സ്വച്ഛ് ഭാരത് മിഷൻ നൽകുന്ന സർട്ടിഫിക്കേഷൻ ആണത്. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൺഅക്കാഡമിയിൽ 9th ജൂൺ 9 സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു 45 days ക്രാഷ് കോഴ്സാണ് ദൗത്യം. അപ്പോൾ ഈ കോഴ്സിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത കാലം മുതലുള്ള കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിലെ എല്ലാ ഫ്രീ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്.
ഇനി 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ജൂൺ 10th അൺ അക്കാഡമിയിൽ ജേതാവ് എന്ന് പറയുന്ന ഒരു 100 ദിവസത്തെ കോംപ്രഹെൻസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ കോഴ്സും നിങ്ങൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്ന കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. സിഡ്ബി ചെയർമാനായി ശിവസുബ്രഹ്മണ്യൻ രാമൻ ചുമതലയേറ്റു. അപ്പൊ സിഡ്ബിയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് ആരാണ്? ശിവസുബ്രഹ്മണ്യൻ രാമനാണെന്ന് ഓർക്കുക. പ്രിയങ്ക മോഹിതെ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായി. ആരാണ്? പ്രിയങ്ക മോഹിതെ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായി. മധ്യ ആഫ്രിക്കൻ രാജ്യമായ ചാഡിലെ പ്രസിഡന്റ് ഇദ്രിസ് ഡെബി കൊല്ലപ്പെട്ടു. അപ്പൊ ഇദ്രിസ് ഡെബി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ചാഡിലെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഇദ്രിസ് ഡെബി. അടുത്ത ചോദ്യം, ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവി റൗൾ കാസ്ട്രോ സ്ഥാനമൊഴിഞ്ഞു. ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവി റൗൾ കാസ്ട്രോ സ്ഥാനമൊഴിഞ്ഞു. പ്രമുഖ തമിഴ് ചലച്ചിത്ര താരം വിവേക് അന്തരിച്ചു. പ്രമുഖ തമിഴ് ചലച്ചിത്ര താരമായ വിവേക് അന്തരിച്ചു. ഇനി കുറച്ച് വിയോഗങ്ങളാണ് പറയുന്നത്. മറാത്തി സിനിമയിലും നാടകത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വിഖ്യാത സംവിധായക സുമിത്ര ഭാവെ അന്തരിച്ചു. അപ്പോ മറാത്തി സിനിമയിലും നാടകമായിരുന്നു ഇവരുടെ മേഖല എന്ന് പറയുന്നത്. സുമിത്ര ഭാവെ സംവിധായികയാണ്, അന്തരിച്ചു. പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിലൂടെ ശ്രദ്ധേയനായ ഹിന്ദി സാഹിത്യകാരൻ നരേന്ദ്ര കോലി അന്തരിച്ചു. നരേന്ദ്ര കോലി ഹിന്ദി സാഹിത്യകാരനായിരുന്നു. പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിലൂടെ ശ്രദ്ധേയനായ ഹിന്ദി സാഹിത്യകാരനായ നരേന്ദ്ര കോലി അന്തരിച്ചു. ചൊവ്വയിലെത്തിയ പെർസീവറൻസ് ദൗത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന ചെറു ഹെലികോപ്റ്റർ ഇൻജെന്യൂറ്റി ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വിജയകരമായി പറന്നു പൊങ്ങി ചരിത്രം സൃഷ്ടിച്ചു. ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി നടത്തിയ വിജയകരമായ നിയന്ത്രിത വ്യോമ പരീക്ഷണമാണിത്. അപ്പൊ ചൊവ്വയിലെത്തിയ പെർസീവറൻസ് ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ചെറു ഹെലികോപ്റ്റർ ഇൻജെന്യൂറ്റി ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വിജയകരമായി പറന്നു പൊങ്ങി ചരിത്രം സൃഷ്ടിച്ചു. ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി നടത്തിയ വിജയകരമായ നിയന്ത്രിത വ്യോമ പരീക്ഷണമായിരുന്നു ഇത്. ഇതൊരു വാർത്തയായതാണ് ആ സമയത്ത്, ഓർക്കുക. ബ്രിട്ടനിലെ എഡിൻബറ പ്രഭുവായ ഫിലിപ്പ് രാജകുമാരൻ അന്തരിച്ചു. ആരുടെ ഭർത്താവാണ്? എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവായിരുന്നു ഫിലിപ്പ് രാജകുമാരൻ. അടുത്ത ചോദ്യം, വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഓക്സിജൻ എക്സ്പ്രസ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഓക്സിജൻ എക്സ്പ്രസ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ അഹമ്മദ് ഹുസൈൻ ലാല കോവിഡ് ബാധിച്ച് അന്തരിച്ചു. അപ്പൊ അഹമ്മദ് ഹുസൈൻ ലാല ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് അഹമ്മദ് ഹുസൈൻ ലാല, ഓർക്കുക. വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായി കെ മാധവനെ തെരഞ്ഞെടുത്തു. കെ മാധവൻ ഏഷ്യാനെറ്റിന്റെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായി കെ മാധവനെ തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ തകഴി പുരസ്കാരം പെരുമ്പടവം ശ്രീധരനാണ് ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2021 തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണെന്ന് ഓർക്കുക. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറലായി പൂനം ഗുപ്ത ചുമതലയേറ്റു. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് പൂനം ഗുപ്തയാണ് ചുമതലയേറ്റത്. പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല ഓർമ്മയായി ലീല നമ്പൂതിരിപ്പാട് എന്നാണ് സുമംഗലയുടെ യഥാർത്ഥ പേര്. അപ്പോൾ പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല ഓർമ്മയായി ലീല നമ്പൂതിരിപ്പാട് എന്നാണ് സുമംഗലയുടെ യഥാർത്ഥ പേര്. അപ്പൊ സുമംഗലയുടെ കൃതികളൊക്കെ ഇനി പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി 93rd ഓസ്കാർ ആണ്, നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. പുതുചരിത്രമായി 93ാം ഓസ്കാർ. മികച്ച ചിത്രം, സംവിധാനം, തിരക്കഥ. മികച്ച ചിത്രം,
സംവിധാനം, തിരക്കഥ തുടങ്ങി പ്രധാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 17 ഓസ്കാറുകളിൽ വനിതകൾക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഒരു പുതു ചരിത്രമായത്. മികച്ച ചിത്രം, സംവിധാനം, തിരക്കഥ തുടങ്ങി പ്രധാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 17 ഓസ്കാറുകൾ വനിതകൾക്കാണ് ലഭിച്ചത്. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരിയാണ് ക്ലെയ് ഷാവോ. പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിതയുമാണ് ക്ലെയ് ഷാവോ. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരിയാണ് ക്ലെയ് ഷാവോ. പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിതയുമാണ് ക്ലെയ് ഷാവോ. അപ്പോൾ ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ സംവിധായക ആരാണ്? കത്രിയാൻ ബിഗ്ലോയാണ്. അത് 2008 ഹാർട്ട് ലോക്കർ എന്ന ചിത്രത്തിലാണ് മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചത്? കത്രിയാൻ ബിഗ്ലോയ്ക്ക് ലഭിച്ചത്. അതിനുശേഷം 93rd ഓസ്കാർ അവാർഡിലാണ് ഒരു ഏഷ്യക്കാരിക്ക് എന്ത് കിട്ടുന്നത്? ഓസ്കാർ സംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത്. സ്വന്തമായി വീടില്ലാത്ത അമേരിക്കക്കാരുടെ ജീവിതം പറയുന്ന നൊമാഡ് ലാൻഡ് മികച്ച ചിത്രം. ഇമ്പോർട്ടന്റ് ആണ്. നൊമാഡ് ലാൻഡ് ആണ് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്. ഇതിലെ അഭിനയത്തിലൂടെ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഫ്രാൻസസ് മക്ഡോർമാൻസിനെയാണ് നൊമാഡ് ലാൻഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത്. ദ ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് വിഖ്യാത നടൻ ആന്റണി ഹോപ്കിൻസ് ആണ്. അപ്പൊ ദ ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടി വിഖ്യാത നടൻ ആന്റണി ഹോപ്കിൻസ് ആണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ആര്? ആന്റണി ഹോപ്കിൻസ്. 83 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. വസ്ത്ര അലങ്കാരത്തിനുള്ള ഓസ്കാർ നേടിയ ആൻ റോത്ത് ഓസ്കാർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന പുരസ്കാര ജേതാവായിട്ട് മാറി. ആരാണ്? ആൻ റോത്ത്. 89 വയസ്സ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ തിരുത്തി കുറിച്ച അല്ലെങ്കിൽ ചരിത്രങ്ങൾ എഴുതിയ ഒരു ഓസ്കാർ ആയിരുന്നു 93ാമത്തെ ഓസ്കാർ. ഒന്നുകൂടെ പറയാം. മികച്ച ചിത്രം, സംവിധാനം, തിരക്കഥ തുടങ്ങിയ പ്രധാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 17 ഓസ്കാർ വനിതകൾക്ക് ലഭിച്ചു. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരിയായിട്ട് ക്ലെയ് ഷാവോ മാറി. രണ്ടാമത്തെ വനിതയുമാണ്. സ്വന്തമായി വീടില്ലാത്ത അമേരിക്കക്കാരുടെ ജീവിതം പറയുന്ന ചിത്രം നൊമാഡ് ലാൻഡ് ആണ് മികച്ച ചിത്രം. ഇതിലെ അഭിനയത്തിലൂടെ മികച്ച നടിയായിട്ട് ഫ്രാൻസസ് മക്ഡോർമാൻസ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദ ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആന്റണി ഹോപ്കിൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? മികച്ച നടനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ആന്റണി ഹോപ്കിൻസ്. 83ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയത്. വസ്ത്ര അലങ്കാരത്തിനുള്ള ഓസ്കാർ നേടിയ ആൻ റോത്ത് ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരസ്കാര ജേതാവാണ് എന്നുകൂടി ഓർക്കുക. 89ാമത്തെ വയസ്സിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആദ്യത്തെ എഡിഷൻ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ്. ഇനി ഒരു എഡിഷനും കൂടിയുണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേക്കും മെയ് മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിയും. ഞാൻ പത്രങ്ങളിലൂടെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തൊരു സെഷൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നിങ്ങൾ പോയി കാണുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ ജൂൺ 2 സ്റ്റാർട്ടായിട്ടുള്ള 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദിശ. ഇത് 120 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സാണ്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും കാണാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മെയ് 27 സ്റ്റാർട്ടായിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദൗത്യം. ഇത് 120 ദിവസത്തെ ബാച്ച് കോഴ്സാണ്. നല്ല ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ എല്ലാ കോഴ്സുകളിലും ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അൺഅക്കാഡമിയിൽ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസം എക്സ്ട്രാ ഇപ്പോൾ കിട്ടുന്നതാണ്. ഇത് ലിമിറ്റഡ് പീരീഡ് വരെ മാത്രമേ ഉള്ളൂ. ആദ്യം എടുക്കുന്ന 200 സബ്സ്ക്രൈബേഴ്സിനാണ് 12 മാസം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം കൂടി എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല, അത് കഴിഞ്ഞുള്ള 10% ഓഫ് കഴിഞ്ഞുള്ള പ്രൈസ് മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഓക്കെ.